നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തേത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് നമ്മുടെ ചാനലുമായി സംബന്ധിച്ച കാര്യവുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായി സംബന്ധിച്ച കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അടുത്ത പ്രതീക്ഷയായിരുന്നു ഹീറോ സൂപ്പർ കപ്പ് എന്നുള്ളത്. ISLലെയും ഐ ലീഗിലെയും 6 ടീമുകൾ തമ്മിൽ മത്സരിക്കുന്ന ലീഗിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടി. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു ലീഗാണ്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ ടീമിലുള്ള പ്രതീക്ഷ വളരെയധികം കുറഞ്ഞ് വരികയാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി goal.com എന്ന് പറയുന്ന ഒരു സൈറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബ്ബുകൾ സൂപ്പർ കപ്പിലേക്കായി മത്സരിക്കുന്ന വിദേശ താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിസ്റ്റും നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ലിസ്റ്റ് നമുക്ക് വളരെയധികം നിരാശകരമായ ഒരു ലിസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും കിസിറ്റോ കെസ്റോണും അതോടൊപ്പം തന്നെ കറേജ് പെക്കൂസനും ടീമിൽ ഇല്ല. മറ്റുള്ള ടീമുകൾ 6 വിദേശ താരങ്ങളെ വെച്ച് കളിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 4 വിദേശ താരങ്ങളുടെ പേര് മാത്രമാണ്. എമാനുവൽ ആക്കിച്ച് പെസിച്ച്, അതോടൊപ്പം തന്നെ വെസ് ബ്രൗൺ, വിക്ടർ പുൾഗ, അതോടൊപ്പം തന്നെ ഗോളി പോൾ റജുബ്ക. ഇതിനെക്കുറിച്ച് ഒട്ടേറെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ കിസിറ്റോ കെസ്റോണും അതോടൊപ്പം തന്നെ കറേജ് പെക്കൂസനും സൂപ്പർ കപ്പ് കളിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് വളരെയധികം മികച്ചൊരു മിഡ്ഫീൽഡ് ഉണ്ടെന്നെല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ goal.com റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2 താരങ്ങളും ടീമിൽ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹവും അതൊരു കിസിറ്റോ കെസ്റോൺ ഉൾപ്പെട്ട ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെക്ഷനുകളെല്ലാം ആരംഭിച്ചിരുന്നു. എല്ലാ ടീമുകളുടെയും വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമെല്ലാം ടീമിനൊപ്പം ചേർന്ന് നിലവിൽ സൂപ്പർ കപ്പിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു ഇമേജ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിരുന്നു. ആ ഇമേജിൽ കിസിറ്റോ കെസ്റോണും ഉണ്ടായിരുന്നു. ആദ്യ ടീം എന്ന നിലയിലാണ് എടുത്തത് ആ ഒരു ഫോട്ടോ പുറത്തുവിട്ടത്. അതിൽ കിസിറ്റോ കെസ്റോണും ഉണ്ടായിരുന്നു. അദ്ദേഹം അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിൽ കളിക്കുമോ എന്ന് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു ആരാധകൻ ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം സൂപ്പർ കപ്പിൽ കളിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കറേജ് പെക്കൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കറേജ് പെക്കൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി നമ്മുടെ ടീമിലുണ്ടായിരുന്ന സ്ട്രൈക്കറായ കരൺ സാഹ്നിയുടെ ബർത്ത്ഡേ വീഡിയോയിൽ കറേജ് പെക്കൂസനും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ ടീമിനൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ വീഡിയോയും. അപ്പോൾ ഈ 2 താരങ്ങളും കളിക്കാനുള്ള സാധ്യത goal.comന്റെ ഒരു പ്രസ്താവന ഒഴിച്ചു നിർത്തിയാൽ വളരെയധികം വ്യക്തമായി നമുക്ക് അവർ കളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കിസിറ്റോ കെസ്റോൺ ട്രെയിനിങ്ങിന് ഇറങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ കറേജ് പെക്കൂസൻ കരൺ സാഹ്നിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹം കൊച്ചിയിലുണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ goal.com റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ 2 താരങ്ങളും ടീമിൽ നിലവിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെബ്സൈറ്റാണ്, ഒരു goal.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ടീം ഒഫീഷ്യലായി പുറത്തുവിട്ട ലിസ്റ്റ് അല്ല ഇവർ പറയുന്നത്. എന്നാലും നമ്മൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള കാര്യം. ഇനിയും വിദേശ താരങ്ങളുടെ ലിസ്റ്റ് കൈമാറാനുള്ള സമയം ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര വിദേശ താരങ്ങൾ കളിക്കുമെന്ന് അവർ ഒഫീഷ്യലായി തന്നെ പറയുന്നതായിരിക്കും. അതിൽ തീർച്ചയായും ഈ 2 താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർ കപ്പിന് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്കിംഗ് പൊസിഷനെ കുറിച്ചാണ്. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ പുതിയ താരങ്ങൾ വരാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇതിൽ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോൾ റജുബ്കയെ നമ്മൾ ഇതുവരെ ആ ഒരു ഇമേജിലോ അതോടൊപ്പം തന്നെ ആ ഒരു ബർത്ത്ഡേ വീഡിയോയിലോ ഒന്നും പോൾ റജുബ്കയെ കണ്ടിട്ടില്ല. അദ്ദേഹം കളിക്കില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാര്യം എങ്ങനെയാണ് ആ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് വന്നതും എന്നറിയില്ല. ട്രെയിനിങ് സെക്ഷനിലും അതോടൊപ്പം തന്നെ മറ്റു കേരള ബ്ലാസ്റ്റേഴ്സുമായി സംബന്ധിച്ച ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തെ കണ്ടതായി അറിയില്ല. അദ്ദേഹം ഇല്ലെങ്കിൽ പുതിയൊരു വിദേശ താരത്തെ സ്ട്രൈക്കറായി കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് സാധിക്കും. എന്തായാലും നമ്മൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മാർച്ച് 31 തന്നെ ലീഗ് തുടങ്ങും. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ 27-ാം തീയതിയായി. നാളെയോ അടുത്ത ദിവസമോ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി വിദേശ താരങ്ങൾ ആരെല്ലാമാണെന്ന് പ്രഖ്യാപിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ 2 താരങ്ങളും ടീമിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. വളരെയധികം ചെറിയ രീതിയിലുള്ള സ്പോർട്സ് റിലേറ്റഡും അതുപോലെ തന്നെ ടെക് റിലേറ്റഡുമായിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്ന ചാനൽ ഇപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഒരു ചാനലിൽ 100-ലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വിവിധ തരത്തിലുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയതും അതോടൊപ്പം തന്നെ ടെക്നോളജി പരമായതുമായ ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇതുവരെ നമ്മൾ 100-ലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തെങ്കിലും ഒരു നേരിട്ടുള്ള ഫേസ് റിവീൽഡ് വീഡിയോകളൊന്നും തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതോ, അതുമല്ലെങ്കിൽ സ്ലൈഡ് ഷോ, നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആണെങ്കിൽ സ്ലൈഡ് ഷോ വെച്ചാണ് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് വീഡിയോകൾ ചെയ്തിരുന്നത്. ടെക് റിലേറ്റഡ് വീഡിയോകളാണെങ്കിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ടെക് റിലേറ്റഡ് വീഡിയോകളെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ആ ഒരു രീതിക്ക് മാറ്റം വരികയാണ്. നമ്മൾ ഇനി മുതൽ ലൈവ് ഇൻ്ററാക്ഷൻ വരുന്ന രീതിയിൽ, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ വരുന്ന രീതിയിൽ ലൈവായി നിങ്ങളുമായി വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചാനലിൽ ഇത്തരത്തിലൊരു പുതിയ ഫീച്ചർ വരുന്നതിൻ്റെ ഭാഗമായി, അതായത് നേരിട്ട് ഫേസ് ടു ഫേസ് വീഡിയോ അല്ലെങ്കിൽ ഫേസ് റിവീൽഡ് വീഡിയോകൾ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൈവ് വരുന്നുണ്ട് നിങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യാനും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അത്തരത്തിലൊരു വീഡിയോ ചെയ്യാതിരുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പാസ്റ്റും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ലൈവ് വീഡിയോ യൂട്യൂബിലാണ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിലും നമുക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിരുന്നു. അത് അടുത്ത മാസം മാത്രമേ അത് പിൻവലിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ ലൈവ് വരാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ നിലവിൽ 2 സോഷ്യൽ മീഡിയകളിൽ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ചാനലിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ 2 സോഷ്യൽ മീഡിയകളിൽ ഒന്നിൽ നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ഏതിലാണ് ലൈവ് വരുന്നതെന്ന് ലൈവ് വരുന്ന ദിവസം ഉച്ചയോടെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ലൈവ് വരുന്നത് 29-ാം തീയതി, മാർച്ച് 29-ാം തീയതിയാണ്, വ്യാഴാഴ്ച 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ ലൈവ് വരുന്നത്. രാത്രി 8 മണി തൊട്ട് ലൈവ് ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ 2 സോഷ്യൽ മീഡിയകളുടെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ഫോളോ ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയകളും ഫോളോ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ലൈവ് വരുന്നത് അറിയാൻ സാധിക്കും. നമ്മുടെ ചാനലിലുള്ള എല്ലാവരും തന്നെ ഈ ലൈവ് കണ്ടിരിക്കണം. നമ്മുടെ ചാനലിൻ്റെ പാസ്റ്റും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ ലൈവിൽ ഇങ്ങനെയുള്ള ഫേസ് ഇൻട്രാക്ഷൻ വരാതിരുന്നത് എന്നും, അതോടൊപ്പം നമ്മുടെ ചാനൽ എങ്ങനെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് എന്നെല്ലാം ഈ ഒരു ലൈവിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതുമായിരിക്കും. അപ്പോൾ ലൈവ് നിങ്ങൾ മറക്കാതെ ലൈവ് എല്ലാവരും തന്നെ പരമാവധി കാണാൻ ശ്രമിക്കുക. ലൈവ് വരുന്നത് 29-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8 മണിക്കായിരിക്കും. നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക. എൻ്റെ ചാനലിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ലൈവ് കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയി നിങ്ങൾ വരികയുള്ളൂ. അപ്പോൾ എന്തായാലും തന്നെ ലൈവ് നിങ്ങൾ കാണുക. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്ക് ഫോളോ ചെയ്ത് നിങ്ങളെല്ലാവരും തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും ഞാൻ ലൈവ് വരുന്നതെന്നും നിങ്ങൾക്ക് ആ ലൈവ് കാണാനും നിങ്ങൾക്ക് സാധിക്കും. വ്യൂവേഴ്സിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ലൈവ് വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. 29-ാം തീയതി ഉച്ചയോടെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ ലൈവ് വരുന്നതെന്ന്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ലൈവ് കാണാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ ചാനലിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ലൈവ് കണ്ടിരിക്കണം. അപ്പോൾ ലൈവ് വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ച വിവരങ്ങൾ നമ്മൾ ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.